എനിക്കിന്ന് അത്യാവശ്യമായിട്ട് ഗുരുവായൂർക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഹറിയായിരുന്നു അപ്പോൾ ഞാൻ തിരിച്ച് വരുമ്പോൾ കുറച്ച് സമയം എടുത്തു ഞാൻ ഗുരുവായൂർ. അതുകൊണ്ട് തിരിച്ച് വരുമ്പോൾ എനിക്ക് നന്നായിട്ട് വെള്ളം തയ്ക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വിശപ്പോ എന്തൊക്കെയോ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പിന്നെ കരിമ്പ് ജ്യൂസ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ അല്ലേ. അപ്പോൾ ഞാൻ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വെച്ച് കയറിയിട്ടുണ്ടായിരുന്നു. അവിടെ ചെന്നപ്പോൾ 2 പിള്ളേരുണ്ട്. ഇവർ കരിമ്പ് ജ്യൂസ് കുടിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഇവരുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല തോന്നുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ ചോദിച്ചു കരിമ്പ് ജ്യൂസ് അവർക്കും കൂടി എന്ന് പറഞ്ഞിട്ട് എൻ്റെ അടുത്ത്. അതായത് ലാംഗ്വേജ് എനിക്ക് സെറ്റായിട്ടില്ല, അവർ മലയാളം അറിയില്ല തോന്നുന്നുണ്ട്, വേറെ എന്തോ. പക്ഷേ ആക്ഷനിൽ ഞാൻ ഊഹിച്ചു ഒന്നൊക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ശരി എന്ന് പറഞ്ഞു. വന്നിട്ട് ഞാൻ ആ ചേട്ടൻ്റെ അടുത്ത് ഇവർക്ക് 2 പേർക്ക് ഓരോന്ന് കൊടുത്തോന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്കെന്തോ എനിക്ക് ഭയങ്കര ഇഷ്ടം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. ഞാൻ ഫിനാൻഷ്യലി അത്ര വലിയ ആളായിട്ടൊന്നുമല്ല, പക്ഷെ നമുക്കതൊരു സന്തോഷമാണല്ലോ. ചെറിയ ചെറിയ സന്തോഷങ്ങൾ. ബിസ്ക്കറ്റ് പാക്കറ്റ് വാങ്ങിയിട്ട് നായ്ക്കൾക്ക് ഇട്ടുകൊണ്ട് പരിപാടിയൊക്കെ എനിക്കുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ എല്ലാവരും ചീത്ത പറയാറുണ്ട് അങ്ങനെ ചെയ്യരുത്, അവർ കടിക്കുന്നൊക്കെ വേണ്ടിയിട്ട്. പക്ഷെ ഞാൻ അതിൽ വിശ്വസിക്കുന്ന ഒരാളല്ല. ഇല്ല കുഴപ്പമില്ല എന്ന് വിശ്വസിക്കും. പിന്നെ ഇവരോട് ഞാൻ കുറച്ച് സമയമൊക്കെ സംസാരിച്ചു കേട്ടോ. കഷ്ടപ്പെട്ടിട്ട് ഹിന്ദിയിൽ പണ്ടൊക്കെ പഠിക്കുമ്പോൾ 200-200 കിട്ടിയിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ഒരു മാർക്ക് കിട്ടുന്നത് എനിക്കറിയില്ല കേട്ടോ. ഹിന്ദി എന്താണെന്ന് ചോദിച്ചാൽ പോലെ എനിക്കറിയില്ല, ഒന്നും പറഞ്ഞാൽ ഒന്നും എനിക്കറിയില്ല. ജസ്റ്റ് ഞാൻ തട്ടിമുട്ടി ഗർന്നൊക്കെ ചോദിച്ചിട്ട് അവരോട് വീട് എവിടെയാണെന്ന് ഞാൻ ചോദിച്ചേട്ടാ. അപ്പോൾ അവരെൻ്റെ അടുത്ത് വീട് ഒരാളുടെ ദില്ലി, ഒരാൾ ഗോവയാണ് പറഞ്ഞത്. അവരുടെ ഗ്ലാസ് ആ ചേട്ടൻ്റെ അടുത്ത് വാങ്ങിക്കോളാൻ ഏൽപ്പിച്ചിട്ട് ഞാൻ വേഗം കരിമ്പ് ജ്യൂസും കുടിച്ച് ഇറങ്ങിയിട്ടോ. അപ്പോൾ വീട്ടിലെ വാഷിംഗ് മെഷീൻ ഒരുവിധമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വരുന്ന വൈക്കും ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നോക്കിയിട്ട് നാളെ ഞാൻ അമ്മേനായിട്ട് ഡിസിഷൻ എന്താ വെച്ചാൽ എടുത്തിട്ട് വരാട്ടോ എന്ന് പറഞ്ഞ് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ വീട്ടിലേക്ക് അല്ലറ ചില സാധനങ്ങൾ കുറച്ച് വാങ്ങാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ട് ഞാൻ വീട്ടിലേക്ക് പോവുകയാണ്. അങ്ങനെ ഒരു വല്യമ്മയുടെ മോൻ കുറച്ച് ബ്രാലൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് നന്നാക്കൽ എൻ്റെ പണിയാണ്. അമ്മ തൊടാറില്ല, അമ്മ കഴിക്കാറില്ല. പിന്നെ അമ്മ കൂർക്കപ്പണിയിലാണ്. അതിൻ്റെ ഇവിടെ ആകെ കുറേ കാണുന്നത്. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വീഡിയോ ഇത്രയുള്ളൂ. ടാറ്റാ.